ഹായ്. അപ്പോൾ വൈകിട്ടായപ്പോഴേക്കും ഒരു ചായയൊക്കെ ഇട്ട് ഞാൻ കുടിച്ചു ട്ടോ. ഇന്ന് എന്റെ ചെക്കന്റെ ബർത്ത്ഡേ ആണ്. എന്റെ കെട്ടുവിന്റെ ബർത്ത്ഡേ ആണ് ട്ടോ. January 20. അപ്പൊ ദേ കാക്കുന് വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു കേക്ക് ഒക്കെ വാങ്ങിച്ചു ട്ടോ. കേക്ക് കട്ടി പോയി ദേ റോസ് പെറ്റൽസ് ഒക്കെ ഇട്ട് അടിപൊളി ഒരു കേക്കായിരുന്നു ട്ടോ. അതിനുശേഷം ദേ ഒരു ബിരിയാണിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് സെലിബ്രേഷൻ ഇങ്ങനെയാണ് ട്ടോ. കേക്ക് ഒന്നും അധികം കട്ട് ചെയ്യണമൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് എന്റെ ഇക്കാക്ക. അതുകൊണ്ട് ഞങ്ങൾ ബിരിയാണിയിലും കേക്കിലും ഒതുക്കി. അതിന് ശേഷം രാവിലെ ദേ പിറ്റേ ദിവസത്തെ വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദേ ഉപ്മാവും ചായയും മുട്ടയും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ദേ രാവിലത്തെ പരിപാടി ഇതൊക്കെ തന്നെ ആയിരുന്നു. മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്തു, ചായ വെച്ചു. ദേ ഞാൻ കഴിക്കാനും ഇരുന്നു കേട്ടോ. മുട്ട പുഴുങ്ങിയതും ഉപ്മാവും സെറ്റായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. പഴം ഉണ്ടെങ്കിൽ പൊളിക്കും. പിന്നെ ദേ ചായയും. അങ്ങനെ ഞാൻ അതൊക്കെ കുടിച്ചു കഴിഞ്ഞു. പിന്നെ ദേ ഉച്ചയായപ്പോഴേക്കും കുറച്ച് കുക്കുംബർ ഉണ്ട്, പിന്നെ ഒരു ചാള വറുത്തതുണ്ട്, പിന്നെ കുറച്ച് ചോറുണ്ട്. അതാണ് കേട്ടോ ഞാൻ ഉച്ചക്ക് കഴിച്ചത്. വലിയ ആർഭാടമൊന്നുമില്ല, ചെറുതായിട്ടുള്ള ഒരു ഊണൊക്കെ തട്ടിക്കുട്ടി അങ്ങോട്ട് സെറ്റാക്കി. അതിനുശേഷം വൈകിട്ടായപ്പോഴേക്കും ഇന്നലെ പായസം വെക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ കഴിക്കാത്തതുകൊണ്ട് ആള് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഉണ്ടാക്കി കൊടുക്കായിട്ട് ഒരു വിഷമം, അത് ഞാൻ ഇന്ന് തീർത്തു കേട്ടോ. ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു. ആള് കഴിക്കും, പിന്നെ ഞാൻ കഴിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആള് വേണ്ട എന്ന് പറയണത് കൊണ്ടാണ് ഉണ്ടാക്കാത്തത്. അങ്ങനെ ഞാൻ പായസമൊക്കെ സെറ്റാക്കി എടുത്തുട്ടോ. ഇതൊന്ന് കുറുകി വരണമല്ലോ, അതിനു വേണ്ടി ഇട്ട് തിളപ്പിച്ചു. അതിന് ശേഷം ദേ പായസമൊക്കെ എടുത്തു. ഞാൻ ഷുഗർ ഇല്ലാണ്ട് ദേ ഈ പായസം അങ്ങോട്ട് കുടിച്ചു. പിന്നെ രാത്രി ആയപ്പോഴേക്കും ബാക്കി ഇത്തിരി ഉപ്മാവ് ഉണ്ടായിരുന്നു, അതും പിന്നെ എഗ് ബുർജിയാക്കി ഞാൻ എൻ്റെ പരിപാടി അവസാനിപ്പിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് കമന്റ് സബ്സ്ക്രൈബ്.